എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, NHS ട്രസ്റ്റിൽ നിന്നും ഒരുപാട് തൊഴിലില്ലായ്മകൾ നേരിടുന്നു, തൊഴിലാളികളെ പിരിച്ചുവിടുന്നു എന്നെല്ലാം കെയർ വിസ നിർത്തലാക്കുന്നു, റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തലാക്കുന്നു സാഹചര്യം ബ്രിട്ടനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും NHSൽ സ്വദേശിവൽക്കരണം നടത്താനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങളെല്ലാം തന്നെ പാഴാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യക്കാരും ഫിലിപ്പൈനുകളും അടങ്ങുന്ന വിദേശ നഴ്സുമാരിലാണ് ഇന്ന് NHSൻ്റെ പ്രവർത്തനം പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത്. വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായിട്ടായിരുന്നു കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ മുന്നോട്ട് പോയത്. അതോടൊപ്പം ആരോഗ്യ രംഗത്തേക്ക് ആവശ്യമായ ഒരു തൊഴിൽ സേനയെ പ്രാദേശികമായി വളർത്തിയെടുക്കാനും സർക്കാർ ശ്രമിച്ചിരുന്നു. ഈ ശ്രമമാണ് ഇപ്പോൾ പാളിയിരിക്കുന്നത്. യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജ് അഡ്മിഷൻ സർവീസിൻ്റെ UCAS കണക്കുകൾ പ്രകാരം 2021-നും 2024-നും ഇടയിൽ അണ്ടർ ഗ്രാജുവേറ്റ് നഴ്സിംഗ് കോഴ്സുകൾക്ക് എൻറോൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 22% കുറവുണ്ടായി എന്നാണ് അവർ പറയുന്നത്. 2021 മുതൽ ഇംഗ്ലണ്ടിലെ എല്ലാ നഴ്സിംഗ് കോഴ്സുകൾക്കുമുള്ള അപേക്ഷകരുടെ എണ്ണത്തിൽ 35% കുറവുണ്ടായതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് RCN ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് കാലത്ത് നഴ്സിംഗിനുള്ള ആവശ്യകത കുതിച്ചുയർന്നെങ്കിലും 2021-ൽ 59,680 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അണ്ടർ ഗ്രാജുവേറ്റ് നഴ്സിംഗ് കോഴ്സുകൾക്ക് കെയർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2031-32 ആകുമ്പോഴേക്കും നഴ്സിംഗ് ട്രെയിനികളുടെ എണ്ണം ഇരട്ടിയാക്കുവാനുള്ള NHSൻ്റെ ദീർഘകാല പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷവും ഇതാണ് സാഹചര്യം. കോവിഡ് കാലത്താണ് നഴ്സിംഗ് മേഖല എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത് എന്ന് RCN ഡയറക്ടർ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അക്കാലത്ത് നഴ്സിംഗ് കോഴ്സുകൾക്കുള്ള അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതും സത്യം തന്നെയാണ്. എന്നാൽ അത് തുടർന്ന് കൊണ്ടുപോകാനാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വീഴ്ച. വിവിധ മേഖലകളിൽ പരിഗണിച്ചാൽ 2020-23 കാലഘട്ടത്തിൽ നഴ്സിംഗ് കോഴ്സുകൾക്കുള്ള അപേക്ഷകരുടെ എണ്ണത്തിൽ ഏറ്റവും കുറച്ചു മാത്രമാണ് കുറവുണ്ടായിരിക്കുന്നത് എന്നാണ്. ലണ്ടനിലാണ് 11.7% കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കുറവുണ്ടായിരിക്കുന്നത് വടക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലാണ്. 40% വിദ്യാർത്ഥികളുടെ വായ്പ നൽകുന്ന സമ്മർദ്ദം, കുതിച്ചുയരുന്ന ജീവിത ചെലവ് എന്നിവയൊക്കെയാണ് ഇതിന് പ്രധാന കാരണമെന്ന് അറിയുന്നു. മാത്രമല്ല, കോഴ്സിന് ചേർന്നവരിൽ തന്നെ 21% പേർ കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുമ്പേ പിരിഞ്ഞു പോകുമെന്നും RCN റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസ് വിസ സർക്കാർ ഏറ്റെടുക്കണമെന്ന് തങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നും RCN പറയുന്നു. ഒരു നിശ്ചയ കാലത്തേക്ക് NHSലോ പബ്ലിക് സർവീസിലോ ജോലി ചെയ്യാം എന്ന നിബന്ധനയ്ക്ക് വിധേയമായ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻറ് ലോൺ എഴുതിത്തള്ളണം എന്നാണ് ആവശ്യം. ലണ്ടനിൽ മാത്രം NHSൽ 6000 നഴ്സിംഗ് ഒഴിവുകൾ ഉണ്ടെന്ന് പറയുമ്പോഴും പുതുതായി പഠിച്ചിറങ്ങിയവർ ജോലി കിട്ടാൻ ഏറെ ക്ലേശിക്കുകയാണെന്ന് അനുഭവജ്ഞർ പറയുകയുണ്ടായി. TRSലൂടെയും NHS ജോബ്സിലൂടെയും പരതിയാൽ ലഭിക്കുന്ന ഒഴിവുകൾക്ക് ഏതാണ്ട് എല്ലാത്തിനും തന്നെ അപേക്ഷിക്കാൻ കുറഞ്ഞത് 6 മാസത്തെ പ്രവൃത്തി പരിചയമെങ്കിലും ഉണ്ടാകേണ്ടതുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് ഈ മേഖലയിൽ നിന്നും വിദ്യാർത്ഥികളെ അകറ്റി നിർത്താൻ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പല രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ കുടിയേറ്റ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തുകയും അതിലൂടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സ്വദേശവൽക്കരണം നടത്തുവാനും ഉണ്ടായിരുന്ന നിയമങ്ങളിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ വലിയ വീഴ്ച ഗവൺമെൻറ്റിന് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.